സോ ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. മുഹമ്മദ് അൻസിൻ്റെ എതിരുള്ള ഒരു മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് വി വോൺ 3-0. നല്ലൊരു സ്കോർ ലൈൻ തന്നെ ജയിച്ചിരിക്കുകയാണ്. ആൻഡ് ഏഴാമത്തെ ഹോം മാച്ച് ഒരു വിജയത്തോടെ ഇനി മുന്നിലേക്ക് പോവുകയാണ്. ആൻഡ് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ കോച്ച്, അതായത് ഇൻ്റർവ്യൂ കോച്ചായിട്ട് പുരുഷോത്തമൻ ചേട്ടൻ വന്നിട്ടുള്ള ഫസ്റ്റ് മാച്ചാണ്. സോ ഈ വീഡിയോ ആ ഒരു മാച്ചിൻ്റെ പോസ്റ്റ് മാച്ച് ടോക്ക് ആവും. അപ്പോൾ ഈ ഒരു മാച്ചിൽ നമുക്ക് കാണാൻ പറ്റിയ കാര്യമാണ്, ഫസ്റ്റ് ഹാഫ് വെറും ബോറായിരുന്നു. കളി കാണുമ്പോൾ നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുണ്ടാകും വിചാരിക്കണം. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറേ നേരമായിട്ട് കഷ്ടപ്പെടില്ലേ, ഞാൻ നിങ്ങൾക്കൊരു ഗോൾ തരാമെന്ന് പറഞ്ഞിട്ട് ലൂണയുടെ കോർണറിൽ നിന്ന് തന്ന ബോൾ അവരുടെ ഗോളി ഭാസ്കർ പോസ്റ്റിലേക്ക് തട്ടിയിടുകയായിരുന്നു. ഒരു സൂപ്പർമാൻ പഞ്ചാണ് ആൾ ഉദ്ദേശിച്ചു തോന്നുന്നു. അതാണ് അവിടെ ഉണ്ടായത്. സൂപ്പർമാൻ പഞ്ച് ട്രൈ ചെയ്തു, പക്ഷേ ടൈമിങ് ചെറുതായ തെറ്റി സ്വന്തം പോസ്റ്റിലേക്ക് കയറി ബോള്. കൈജേട്ടൻ അത് ലൂണയുടെ ഒളിമ്പിക് ഗോൾ എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ ഒഫീഷ്യൽസ് അത് CJ ഭാസ്കർ എന്നാണ് പേര് വന്നത്. CJ ഭാസ്കറിൻ്റെ ഓൺ ഗോൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കളി തുടർന്ന് നമ്മുടെ സ്വന്തം കുറവിൻ്റെ ഒരു അടിപൊളി ക്രോസ് അത്യാവശ്യം ഡി ബോക്സിൻ്റെ തൊട്ടപ്പുറത്തേക്കണ, അതായത് ഉള്ളിൽ നിൽക്കണ നോയ്ക്ക് നേരെ ചെന്നിറങ്ങുന്നു. ആൻഡ് അതൊരു ഹെഡർ ഗോളായി മാറുന്നു. ഒരു ടോപ്പ് 5 വരാൻ ചാൻസ് ഉള്ള ഗോള്, കാരണം അത്ര ഡിസ്റ്റൻസിൽ നിന്നാണ് നോ ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടൈം പോകുന്നു. ഒരു 88-ാം മിനിറ്റിൽ, അതായത് 90-ാം മിനിറ്റിൽ കോയിഫിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോവേനെ മാറ്റി കോയിഫ് വരുന്നു. ആൻഡ് ഡിഫൻസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് കോയിഫ് വന്നത്. പക്ഷേ അമാവിയയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമാവിയ മിന്നൽ സൈനിങ് പോലെ തന്നെ മിന്നൽ പോലെ നല്ലൊരു എലാസ്റ്റിക് തൊട്ട് അവനവൻ്റെ ബോക്സിൽ നിന്ന് കയറി വന്ന് ലൂണയ്ക്ക് പാസ് ചെയ്ത് ലൂണ ഒരു പ്രോപ്പർ ചിപ്പ് ക്രോസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കോയിഫ്, എന്നിട്ട് നല്ലൊരു ഷോട്ട്. ആൻഡ് അത് 3ാമത്തെ ഗോളായി. കളി അങ്ങനെ തീരുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിൽ നമുക്ക് പല സ്ഥലത്തും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിന് ഒരു പരിധി വരെ ഒരു കുറവ് വന്നു എന്ന് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റി. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയുള്ള മാച്ചസും ഇതേപോലെ ആവുമെന്ന് വിചാരിക്കാം. ഫാൻസ് കുറവായിരുന്നു, ബട്ട് ടിക്കറ്റ് റേറ്റ് കുറച്ചുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഇരിക്കുന്നു. അതായിരുന്നു ആ ഒരു പ്രതിഷേധത്തിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രതിഷേധം എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ ആ ഒരു ഇരിപ്പായിരുന്നു. വലിയ ചാൻഡിങ് ഉണ്ടായിരുന്നില്ല. 3 ഗോൾ വന്നതിന് ശേഷമാണ് അത്യാവശ്യം ചാൻഡിങ് കേരള KBFC എന്നുള്ള അത്യാവശ്യം ചാൻഡ് വന്നത്. 3ാമത്തെ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു. എന്തായാലും ഇനിയുള്ള മാച്ചസും ഇതേപോലെ നല്ല പോസിറ്റീവ് റിസൾട്ട്സ് വരട്ടെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എപ്പോഴെങ്കിലും കമൻറ്റ് ബിലോ ഇതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമായിരിക്കും. ആദ്യം നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും കമ്മ്യൂണിറ്റി ടാബിലാവും ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.